സുഹൃത്തുക്കളെ, ഞാൻ എബി തച്ചിൽ. കഥാമാല ചാനലിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം കഥകൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഇന്നത്തെ കഥയുടെ പേര് തിരിച്ചറിവ്. നമുക്ക് കഥ കേൾക്കാം. തിരിച്ചറിവ്. പുറത്ത് നല്ല മഴ. ജോൺ മേശപ്പുറത്തിരുന്ന ചായക്കപ്പ് എടുത്തു. തണുത്തിരിക്കുന്നു. അയാളുടെ മുഖത്തെ അനിഷ്ടം സാറാമ്മ ശ്രദ്ധിച്ചു. ചായ സമയത്ത് കുടിക്കാൻ പോലും പറ്റില്ലേ നിങ്ങൾക്ക്? എന്നെ ഓർമ്മിപ്പിക്കാനല്ലേ നീ? ജോണിൻ്റെ സ്വരം സൗമ്യമായിരുന്നു. പക്ഷേ സാറാമ്മയ്ക്ക് പിടിച്ചില്ല. ഞാൻ ഓരോന്നിനും പിന്നാലെ നിൽക്കുന്നു എന്നല്ലേ പരാതി? ഞാനില്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ ഞാനെന്താ മുങ്ങിച്ചാവോ? സാറാമ്മ മറുപടി പറഞ്ഞില്ല. മൗനം വിദ്വാന് ഭൂഷണം. പക്ഷേ ചിലതിന് മറുപടി പറയാതിരുന്നാൽ അത് മുറിവായി കിടക്കും. രാത്രി കിടക്കുമ്പോൾ ജോണിൻ്റെ മനസ്സിൽ പഴയ ചിത്രങ്ങൾ തെളിഞ്ഞു. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങൾ. രണ്ടുപേരും സ്കൂൾ അധ്യാപകർ. ചെറിയ വാടക വീട്. 1-ാം തീയതി ശമ്പളം സാറാമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ മുഖത്ത് പുഞ്ചിരി വിടരും. ഇപ്പോൾ ആ ചിരി അപൂർവമായിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതും ഒരു കാരണമായിരിക്കും. രാവിലെ സാറാമ്മ പതിവ് പോലെ എഴുന്നേറ്റു. ചായ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു. സാറാമ്മേ, അവൾ നിന്നു. എന്താ? ഇന്നലെ ഞാൻ ചായ തണുക്കും. സാറാമ്മ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ജോൺ ചായ എടുത്തു. പഞ്ചസാര കുറവായിരുന്നു. അവളോടൊന്നും പറയേണ്ട കാര്യമില്ല. അമ്മച്ചി വീട്ടിലുണ്ടായിരുന്ന സമയം. ആദ്യമൊക്കെ അമ്മച്ചിക്ക് ഒരുവിധം ആരോഗ്യമുണ്ടായിരുന്നു. രണ്ടുപേരും ജോലിക്കാരായ വീട്. അമ്മച്ചി കിടപ്പിലായാലോ എന്ന ചിന്ത ജോണിനെ അലട്ടിയിരുന്നു. സ്ട്രോക്ക് വന്ന അമ്മച്ചി കിടപ്പിലായപ്പോൾ സാറാമ്മയുടെ തനിനിറം കണ്ടു. വെള്ളം ചൂടാക്കി കുളിപ്പിക്കുന്ന സാറാമ്മ. കഞ്ഞി ഉടച്ച് സ്പൂണിൽ വായിലൊഴിച്ചു കൊടുക്കുന്ന സാറാമ്മ. കിടന്ന കിടപ്പിൽ അമ്മച്ചി മലമൂത്ര വിസർജനം നടത്തുമ്പോഴോ ആരെയും സഹായത്തിന് വിളിക്കണ്ട എന്ന് പറഞ്ഞത് അവൾ തന്നെ. പിറ്റേന്ന് സിംഗപ്പൂരിൽ നിന്ന് ജോണിൻ്റെ പെങ്ങൾ മേരിക്കുട്ടി പറന്നെത്തി. അമ്മയും പിള്ളേരും പരിഷ്കാരികൾ. ഒരാൾക്ക് കാപ്പി വേണം, വേറൊരാൾക്ക് ഹോർലിക്സ്, ഇനിയും ഒരാൾക്ക് കോൺഫ്ലേക്സ്. ചൂടുവെള്ളമില്ലാതെ ആരും കുളിക്കില്ല. ചോറും കറികളും കൊടുത്താൽ വേണ്ട. പാസ്റ്റയും സാൻഡ്വിച്ചുമൊക്കെയാണ് പ്രിയം. കെട്ടിയവനാണെങ്കിൽ സദാസമയം സിഗരറ്റ് വലി. പുക കൊണ്ട് തമ്മിൽ കാണാനാവാത്ത സ്ഥിതി. സാറാമ്മ നിർത്താതെ ചുമക്കുന്നതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അവസാനം ഗതികെട്ട് ജോണിനോട് കയർത്തു. ഞാൻ വലവഴിക്കും ഇറങ്ങിപ്പോകും. പുന്നാരപ്പങ്ങൾ എന്തു ഭാവിച്ചാ? അന്ന് ജോൺ പറഞ്ഞ ചീത്തയ്ക്ക് കണക്കില്ല. 5 കൊല്ലം കൂടി ആ കൊച്ചു വരുമ്പോഴാണ് നിൻ്റെ ഈ വേഷം കെട്ട്. അതുവരെ ഉപയോഗിക്കാത്തൊരു തെറിവാക്കും വായിൽ നിന്ന് വന്നു. സാറാമ്മ അടുക്കളയിലേക്ക് നടന്നു. നിറഞ്ഞ കണ്ണ് മറയ്ക്കാൻ പാതകത്തിലേക്ക് തിരിഞ്ഞു. അന്ന് തന്നെയായിരുന്നു പെങ്ങളുടെ മടക്കയാത്ര. വീട് ഒഴിഞ്ഞിട്ടും രണ്ടുപേരും തമ്മിൽ മിണ്ടാതെ ഇരുന്നു. പിറ്റേന്ന് സ്കൂട്ടറിൽ സ്കൂളിൽ പോകുമ്പോഴും തമ്മിൽ മിണ്ടിയില്ല. വൈകുന്നേരം ഞാൻ താമസിക്കും, നീ ബസ്സിൽ പൊക്കോ. സ്കൂട്ടർ നിർത്തി ഇറങ്ങുമ്പോൾ അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. കൂട്ടുകാരുകൂടി ആഘോഷിക്കാൻ, സാറാമ്മ ദ്വേഷ്യത്തിൽ തന്നെത്താൻ പറഞ്ഞു. രാത്രി ഉണ്ണാൻ നേരം കയറി വന്നപ്പോൾ മുഖത്തേക്ക് നോക്കിയേയില്ല. രാത്രി ഒന്നുറങ്ങിക്കഴിഞ്ഞ് സാറാമ്മ കണ്ണു തുറന്നു. ജോൺ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു. ആ സകലം ഉയർത്തിരിക്കുന്നു. ആയാസപ്പെട്ടുള്ള ശ്വാസോച്ഛ്വാസം. എന്തു പറ്റി? അവർ വെപ്രാളത്തിൽ ചോദിച്ചു. ജോൺ നെഞ്ചിൽ തൊട്ട് കാണിച്ചതേ ഉള്ളൂ. ആശുപത്രിയിൽ ICUവിലേക്ക് പോകുമ്പോൾ വാച്ചും മോതിരവും ജോൺ സാറാമ്മയെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ കൈ വിറയ്ക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഒന്നുമില്ലെന്നേ, വിഷമിക്കാനൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജോൺ പുഞ്ചിരിയോടെ ചോദിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദത. ഞാൻ പിന്നെ ആരോട് വഴക്കുകൂടും? സാറാമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ടു പോകുമ്പോൾ അവർ പിന്തിരിഞ്ഞ് കണ്ണു തുടച്ചു. ക്യാൻറ്റീനിലെ പയ്യൻ ബില്ലുമായി വന്നു. സാറാമ്മ ഹാൻഡ് ബാഗ് എടുത്ത് സിപ്പ് തുറന്നു. കയ്യിൽ ചെറിയൊരു ഡപ്പി തടഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ അവർ ഞെട്ടി. താൻ വാങ്ങാൻ കൊതിച്ചിരുന്ന പച്ചക്കല്ല് വെച്ച കമ്മൽ. ഓഹോ, അതാണ് ഇന്നലെ വരാൻ താമസിച്ചത്. അപ്പോൾ ഇതാണ് കഥ. നമുക്ക് വീണ്ടും അടുത്ത കഥയിൽ കാണാം.